ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടീനെ പുറത്ത് പൂത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് എനിക്കുണ്ടാവും. ഇത് പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അണക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയാനുള്ളത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഇടതുമുന്നണിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന അംഗം നുസൈബ പിന്തുണ പിൻവലിച്ചതോടുകൂടിയാണ് UDF കൊണ്ടുവന്ന അവിശ്വാസം വിജയിക്കുകയും അത് തുടർന്ന് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. നമസ്കാരം. ഇടതുമുന്നണി വിട്ടതോടുകൂടി PV അൻവർ ഭരണപക്ഷത്തിനും പ്രത്യേകിച്ച് CPIM-നും തീരാത്ത തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഇടതുമുന്നണിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന അംഗം നുസൈബ പിന്തുണ പിൻവലിച്ചതോടുകൂടിയാണ് UDF കൊണ്ടുവന്ന അവിശ്വാസം വിജയിക്കുകയും അത് തുടർന്ന് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ അരങ്ങേറിയിരുന്നു. മാത്രവുമല്ല, ഇതിനോട് അനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്, ഇക്കഴിഞ്ഞ ദിവസം അവിടുത്തെ ഏരിയ സെക്രട്ടറി ഇത്തരത്തിൽ നുസൈബയുടെ ഭർത്താവിനെ വിളിക്കുകയും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട്. നിനക്കും കുടുംബത്തിനും ഇനി യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവുകയില്ല എന്ന മട്ടിലാണ് ഇത്തരത്തിൽ ഏരിയ സെക്രട്ടറി നുസൈബയുടെ ഭർത്താവായ സുധീറിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭീഷണി സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. പിന്നെ അങ്ങനെ അതിന്റെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാടെടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അൻവറെ കണ്ടിട്ട് ഈ തീരുമാനം എടുത്താൽ നമുക്ക് ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിനെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചു. ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടീനെ പുറത്ത് പൂത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് എനിക്കുണ്ടാവും. ഞാൻ ഇതുവരെ അതിന്റെ ഈ വിഷയങ്ങളൊന്നും നല്ലത് സംസാരിച്ചിട്ടില്ല. ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. വളരെ സൗമ്യമായിട്ട് എന്നോട് ഇതുവരെ സംസാരിച്ചത്. ഇപ്പൊ എന്റെ ഭാഗത്ത് യാതൊരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. അൻവറിന്റെ പിന്നാലല്ലേ അൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് എനിക്കറിയാം. എന്താ അൻവർ എന്നുള്ളത് ഓന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അണക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. ജിജായി പിന്നെ പോലെ ഞങ്ങളെ കെട്ടിക്കേണ്ട ആവശ്യമില്ല. ജാനിന്റെ കണക്ക് പറഞ്ഞാൽ പോരെ. പിന്നെ ഇത് കഴിയില്ല, ഞാൻ ഉറപ്പാണ്. കഴിഞ്ഞു, അവിടെ തീർന്നു. നമ്മള് അൻവറിന് UDF-ന്റെ പിന്നെ UDF-ന് പിന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ പിന്നെ ഇത് പോവാന്നല്ല ഇത് പറഞ്ഞിരുന്നു. ഇന്നലെ അതാണല്ലോ ഇത് പറഞ്ഞിരുന്നു ചില ആളുകളോട്. ഇത് കൂടി UDF-നെ ഇതാക്കിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിണ്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയല്ലിരുന്നത് CPM-ന്റെ ഏരിയ തന്നെ പറയുന്നത്. നമ്മളത് ഒഴിക്കാൻ നിൽക്കും. കഴിഞ്ഞ ദിവസം നുസൈബ പിന്തുണ പിൻവലിച്ചതോടുകൂടിയാണ് UDF കൊണ്ടുവന്ന അവിശ്വാസം വിജയിക്കുകയും അതോടുകൂടി ഇടതുമുന്നണിക്ക് ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തത്. ഇതിന്റെ ഒരു ദേഷ്യത്തിലാണ് ഏരിയ സെക്രട്ടറി ഇത്തരത്തിൽ നുസൈബയുടെ ഭർത്താവായ സുധീറിനെ വിളിക്കുന്നതും നിനക്കും കുടുംബത്തിനും യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇനി ലഭിക്കുകയില്ല എന്നുള്ള തരത്തിൽ സംസാരിക്കുകയും ചെയ്തത് എന്നാണ് സുധീർ പറയുന്നത്. സുധീർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. അദ്ദേഹം പറഞ്ഞത് പിന്നെ അനക്കോ എൻ്റെ കുടുംബത്തിനോ പിന്നെ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല, അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ അൻവറിനോടൊപ്പം നിന്നാൽ അനക്കോ എൻ്റെ കുടുംബത്തിനും ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ഭീഷണിപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചത്. ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ അതന്നെ വകി വരുത്തി കളയും തന്നെ അതിന്റെ ഭാഷ. എന്നിട്ട് ഇപ്പം എന്താണ് നിലവിൽ കുടുംബം എടുത്തിരിക്കുന്ന തീരുമാനം? അല്ല, നമ്മള് അതിന്റെ തീരുമാനത്തിലേക്കൊന്നും പോയിട്ടില്ല. നമ്മള് അതുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ആലോചിക്കുന്നുള്ളൂ. അൻവർ വല്ലാത്ത ഒരു തലവേദനയാണ് നിലവിൽ ഇടതുമുന്നണിക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ
ഇതിനോടകം തന്നെ അൻവറിന്റെ സാന്നിധ്യം വലിയ തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. UDF പ്രവർത്തകർ ഇത്തരത്തിൽ അൻവറിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് നിലമ്പൂരിൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ഇനി എന്താണ് സംഭവിക്കുക, തങ്ങളുടെ ഭരണം നഷ്ടമായതിന്റെ ഒരു പരിഭ്രമത്തിൽ CPIMന്റെ ഏരിയ സെക്രട്ടറി ഇത്തരത്തിൽ നുസൈബയുടെ ഭർത്താവിനെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഭാവിയിൽ ഇതിന്റെ ഭവിഷ്യത്തുകളെല്ലാം തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള മട്ടിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഇത്തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങൾ തുടർന്ന് ആലോചിക്കും എന്നാണ് നുസൈബയുടെ കുടുംബം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.